ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അരിത്തമാറ്റിക് സീക്വൻസിന്റെ അടുത്തൊരു പാർട്ടാണ് സം ആൻഡ് ടേംസ് എന്ന് പറയുന്ന സെക്ഷൻ. പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 25, 26, 27 എന്നീ ഭാഗങ്ങളിൽ പറയുന്ന സെക്ഷൻസ് ആണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിനോടനുബന്ധിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പേജ് നമ്പർ 28 പ്രോബ്ലംസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിൽ മാക്സിമം നമ്മൾ പറ്റാവുന്ന അത്രയും പ്രോബ്ലംസ് ഈ വീഡിയോയിൽ കവർ ചെയ്യും. ബാക്കി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഈ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, എനിവേ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളൊരു അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇങ്ങനെ 2, 5, 3 എന്ന് പറയുന്നത്, അതായത് 3 ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് 2, 5, 8, 11 ഇതൊക്കെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ഫസ്റ്റ് ടേം ഉണ്ടായിരിക്കും, എ എന്ന് പറയുന്നത് 2 ആണ്, കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും, കൂട്ടി പോകുന്നത് 3. പിന്നെ നമുക്കറിയാം ഇതിന്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ഇതിനൊരു ജനറൽ ടേം എഴുതാൻ പറ്റും. എന്തായിരുന്നു? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നായിരുന്നു ജനറൽ ടേം. അപ്പോൾ ജനറൽ ടേം എഴുതുമ്പോൾ എന്ത് വരും? 2 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 3 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 പ്ലസ് 3n മൈനസ് 3 അല്ലെങ്കിൽ 3n പിന്നെ എന്ത് വരും? 2 മൈനസ് 3 മൈനസ് 1 എന്ന് വരും. അപ്പോൾ 3n മൈനസ് 1 ആയിരിക്കും ജനറൽ ടേം. അപ്പോൾ ഈ പരിപാടികളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇനിയും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോസ് കണ്ടിട്ട് അത് ക്ലിയർ ആക്കിയിട്ട് മാത്രം ഈ ക്ലാസ് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ സം എന്ന് പറഞ്ഞാൽ എന്താ? തുക. അതായത് ഇപ്പം നമുക്ക് ഇങ്ങനെ അരിത്തമാറ്റിക് സീക്വൻസ് ഉണ്ട്. ആദ്യത്തെ ടേംസിനെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 2 പ്ലസ് 5 പ്ലസ് 8 പ്ലസ് 11 ഇങ്ങനെ ഇപ്പം നമ്മൾ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചാണ് ഇനി വരുന്ന സെക്ഷനുകളിൽ സംസാരിക്കാൻ പോകുന്നത്, സമ്മിനെ കുറിച്ചും ടേംസിനെ കുറിച്ചിട്ടും. അപ്പോൾ ശരിക്കും ഇതിനൊരു ഫോർമുലയൊക്കെ ഉണ്ട്, അത് നമ്മൾ വരുന്ന സെക്ഷനിലാണ് പഠിക്കുക. പക്ഷെ എങ്കിലും നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ സമ്മിനെ കുറിച്ച് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന കുറച്ച് നിഗമനങ്ങൾ ഉണ്ട് നമുക്ക് ഓരോ സീക്വൻസും കണ്ടിട്ട്. അതാദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു സിമ്പിള് സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? നോക്കിക്കോട്ടോ. അപ്പോൾ 1, 2, 3 ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എടുത്തു. ഇതിൻ്റെ ഞാൻ ആദ്യത്തെ 3 ടേമിൻ്റെ സം എന്ത് വരും? ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്. അപ്പോൾ ഈ 3 ടേമിൻ്റെ സം എന്ത് വരും? ഫസ്റ്റ് 3 ടേമിൻ്റെ സം 1 പ്ലസ് 2 പ്ലസ് 3 എന്ത് വരും? 6 എന്ന് വരും. ഓക്കെ ആണോ? ഈ 6നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2 ഇൻറ്റു 3 എന്ന് എഴുതിക്കൂടെ? ക്ലിയർ ആണോ? നോക്ക്, അതേമാതിരി ഞാൻ വേറൊരു സീക്വൻസ് എടുത്തു. അപ്പോൾ ഈ സീക്വൻസിൽ നിന്നുള്ള അടുത്തൊരു മെമ്പറാണ് ഇപ്പോൾ എന്ത്? 5, 6, 7. ഇതിൻ്റെ സം എങ്ങനെ വരും? 5 പ്ലസ് 6 പ്ലസ് 7 ശരിക്കും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ 18നെ നമുക്ക് 6 ഇൻറ്റു 3 എന്ന് എഴുതിക്കൂടെ? ഇനി വേറൊരു സീക്വൻസ് എടുക്കുകയാണ്. 2 ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. ഫസ്റ്റ് 3 ഈവൻ നമ്പേഴ്സ്. ഇതിൻ്റെ സം എങ്ങനെ വരും? 2 പ്ലസ് 4 പ്ലസ് 6 ഇപ്പം എന്ത് വരും? 12 എന്ന് വരും. 12നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 ഇൻറ്റു 3 എന്ന് എഴുതിക്കൂടെ? ക്ലിയർ ആണോ? ഇവിടെ ഒരു സീക്വൻസ് ജനറേറ്റ് ആയി, അല്ലെങ്കിൽ ഒരു പൊതുവായ രൂപം. നമ്മളെ ഈ സീക്വൻസിലെ മിഡിൽ ടേം എന്തായിരുന്നു? 2 അല്ലേ? നമ്മുടെ ആദ്യത്തെ 3 ടേം എന്ന് പറയുന്നത് ശരിക്കും രണ്ടാമത്തെ ടേമിനെ 3 കൊണ്ട് ഗുണിച്ചപ്പോഴല്ലേ നമുക്ക് കിട്ടിയത്? ആണോ? 1 പ്ലസ് 2 പ്ലസ് 3 കിട്ടാൻ നമ്മൾ മിഡിൽ ടേം ആയിട്ടുള്ള 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ആണോ? ഇവിടെ ഇപ്പം എന്ത് ചെയ്താൽ മതി? 6നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി, 18 കിട്ടി. ആണോ? ഇപ്പം എന്ത് കിട്ടി? ഇവിടെ 4നെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി, 12 കിട്ടി. ചെറിയൊരു ഐഡിയ കിട്ടി വരുന്നുണ്ടോ? ഇനി നമുക്ക് വേറൊരു സീക്വൻസ് നോക്കാം. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിൻ്റെ കൂടെ നോക്കാം. 1, 3, 5. അപ്പോൾ നമ്മുടെ ഇത് വെച്ചിട്ടാണെങ്കിൽ ശരിക്കും ഇത് എന്ത് വരണം? 3 ഇൻറ്റു 3 എന്ന് വരണം. 9 ആണോ എന്ന് നോക്കാം. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 8ഉം 9 തന്നെയാണ്. അപ്പോൾ ഐഡിയ കിട്ടിയോ? ശരിക്കും നമുക്ക് മിഡിൽ ടേം അറിയാമെങ്കിൽ ഫസ്റ്റത്തെ 3 ടേംസിൻ്റെ സമ്മ് നമുക്ക് സുഖമായി പറയാൻ പറ്റും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എന്താണ്? ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എ ബി സി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അരിത്തമാറ്റിക് സീക്വൻസിലാണെങ്കിൽ ആർ ഇൻ എ പി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? 3 ഇൻറ്റു ബി ആണ് അല്ലേ? ബീനെ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എ പ്ലസ് സി, ഈ ബീനെയും കൂടി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്താവും? 3b മൈനസ് ബി, അല്ലെങ്കിൽ എ പ്ലസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 2b. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ടേംസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടുക മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. ഇവിടെ നോക്ക്, ഇവിടെ നോക്കിക്കോട്ടോ, ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ.
ഒന്നും മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4. 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ടേമിന്റെ ഡബിൾ അല്ലേ? അതേമാതിരി 5ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12. 6ന്റെ ഡബിൾ അല്ലേ? ഇത് നമുക്ക് 2ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടും? 8. 4ന്റെ ഡബിൾ അല്ലേ? കറക്റ്റ് അല്ലേ? 1ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6. 3ന്റെ ഡബിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയും പറയാം. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഒന്നാമത്തെ കാര്യം എന്ത്? A+C എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 2B ആയിരിക്കും. 3 ടേമിന്റെ കേസിൽ ഇങ്ങനെ. ഇനി നമുക്ക് ഒരു 5 ടേമിന്റെ സം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സപ്പോസ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. 5 ടേമിന്റെ സം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്. ബ്ലാക്കിൽ തന്നെ എഴുതാം. 1 2 3 4 5 ടേം ഉണ്ട്. 5. ഇതിലെ മിഡിൽ ടേം ആരാണ്? 3 ആണ് കേട്ടോ. അത് മനസ്സിൽ വെച്ചോ. നമുക്ക് ഇതിന്റെ സം ഒന്ന് എഴുതി നോക്കാം. ഇതിന്റെ സം എങ്ങനെ വരും? 1 + 2 + 3 + 4 + 5. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 6 10 15 എന്ന് വരും. ഈ 15നെ നമുക്ക് ശരിക്കും 5 ഇൻറ്റു ടോട്ടൽ ഇപ്പം 5 അല്ലേ? 5 ടേം അല്ലേ? അപ്പം എന്ത് എഴുതാം നമുക്ക്? 5 × 3 എന്ന് എഴുതിക്കൂടെ? ക്ലിയർ ആണോ? ഒന്നുകൂടി നോക്കാം നമുക്ക്. അപ്പോൾ ഇനി വേറൊരു സീക്വൻസ് എടുത്ത് നോക്കാം. 2 4 6 8 10. ഇതിൽ മിഡിൽ ടേം ആരാണ്? 6. നമുക്ക് ഇതിന്റെ സം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സം എന്ത് വരും? 2 + 4 + 6 + 8 + 10 എന്ന് വരും. എന്ത് വരും? 18. 18ഉം 6ഉം 24. 24 4ഉം 28. 28 2ഉം 30 എന്ന് വരും. ഈ 30 തന്നെ അല്ലേ നമ്മുടെ 5 × 6? അപ്പോൾ ശരിക്ക് 5 ടേം ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. 5 ടേം ആണെങ്കിൽ സം ഓഫ് 5 ടേംസ് എന്ന് പറയുന്നത്, സം ഓഫ് 5 ടേംസ് ഓഫ് ആൻ AP എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? മിഡിൽ ടേം ഇൻറ്റു 5 ആണ്. എഡിറ്റോ, മിഡിൽ ടേം ഇൻറ്റു 5 ആണ് അല്ലേ? സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് കേട്ടോ. അടുത്തടുത്ത ടേംസ് ആണെങ്കിലേ നടക്കുള്ളൂ. കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ AP. ഇപ്പം നമുക്കൊരു പൊതുവായ രൂപം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 5 ടേം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മിഡിൽ ടേം ഇൻറ്റു 5 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി 7 ടേം ആണെങ്കിലും ഇങ്ങനെ എഴുതിക്കൂടെ? സം ഓഫ് 7 ടേംസ്, 7 കൺസിക്യൂട്ടീവ് ടേംസ് എഴുതണേ. കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ AP എന്ന് പറയുമ്പോൾ ശരിക്ക് എന്ത് വരും? മിഡിൽ ടേം. മിഡിൽ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് ടേം വരും അല്ലേ? അല്ലെങ്കിൽ മിഡിൽ ടേം തന്നെ എഴുതുന്നുണ്ട്. മിഡിൽ ടേം ഇൻറ്റു എന്ത് ചെയ്താൽ മതിയാവും? 7 മതിയാവും. അപ്പോൾ നമുക്ക് ഈ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടി. ഇതാ, ആദ്യത്തെ 3 ആണെങ്കിൽ മിഡിൽ ടേം, സെക്കൻഡ് ടേം ഇൻറ്റു 3. 5 ടേം ആണെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു 5. 7 ടേം ആണെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു 7. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് നമ്മൾ ഓഡ് നമ്പേഴ്സിൻ്റെ കേസ് മാത്രമാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് നമ്മൾ ഓഡ് നമ്പേഴ്സിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി 9 ടേം ആണെങ്കിലോ? മിഡിൽ ടേം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 9 ടേം ആകുമ്പോഴേ മിഡിൽ ടേം 4ാമത്തെ ടേം വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. 1 2 3 4 5 6 7 8 9. മിഡിൽ ടേം ഏതാ വരുന്നത്? സോറി, 5ാമത്തെ ടേം ആണ് കേട്ടോ മിഡിൽ ടേം വരിക. അതേമാതിരി 7 ടേം ആണെങ്കിൽ മിഡിൽ ടേം എന്ത് വരും? 3 4 5 6 7. 7 ടേം ആണെങ്കിൽ മിഡിൽ ടേം 4ാമത്തെ വരും. ഇതൊക്കെ ഐഡിയ വേണം. മിഡിൽ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എത്രാമത്തെ ടേം ആണെന്നുള്ളൊരു ഐഡിയ ആണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ ഒരു ഫോർമുലയായി സമ്മ് കണ്ടുപിടിക്കാൻ. അതായത് നമുക്ക് മിഡിൽ ടേമും എത്ര ടേമാണെന്ന് അറിയുമെങ്കിൽ നമുക്ക് ആ ടേമിനെ, മിഡിൽ ടേമിനെ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ കേസിൽ നമുക്ക് സമ്മ് കിട്ടും. ഓക്കെ, എനിവേ ഇത് ക്ലിയർ ആണ് കരുതുന്നു. ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സിൻ്റെ കാര്യം കൂടെ ക്ലിയർ ആക്കാം. ഓക്കെ, നോക്കാം. രണ്ട് 4 6 8. ഇതിലിപ്പോൾ ആകെ എത്ര ടേം ഉണ്ട്? 4 ടേം അല്ലേ? 4 ടേം അല്ലേ ഉള്ളത്? എന്നാൽ ഞാൻ പറയുന്ന കാര്യം ഇനി ശ്രദ്ധിച്ച് നോക്കിക്കോ. ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും? 1ാമത്തെ ടേമും 4ാമത്തെ ടേമും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 + 8 എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അതുപോലെ എന്ത് ചെയ്ത് നോക്കാം? തേർഡ് ടേമും
അയ്യോ, സെക്കൻഡ് ടേമും തേർഡ് ടേമും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. അപ്പം എന്ത് വരും? സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം എന്ത് വരും? അതും എന്ത് തന്നെ വരും? 4 + 6 10 തന്നെ വരും. അപ്പം കണ്ടോ, ഇവിടെ സമ്മ് ക്ലിയർ ആയി വരുന്നുണ്ടോ? സമ്മ് ഈക്വൽ ആണ് കിട്ടിയത്. രണ്ടും 10 ആണ്. അതായത് 2 + 8 ചെയ്ത് കഴിഞ്ഞാലും 4 + 6 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടിയത്. ആണോ? അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം കൂട്ടിയപ്പോഴും നമുക്ക് 10 കിട്ടി. തേർഡ് ടേം പ്ലസ് സെക്കൻഡ് ടേം കൂട്ടിയപ്പോഴും നമുക്ക് 10 കിട്ടി. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇത് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കാം. വേറൊരു സീക്വൻസ് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് 1 ഒരു 4 കോമൺ ഡിഫറൻസ് ആയിട്ടുള്ളത് 5 9 13 ആണോ? അപ്പോൾ ഈ സീക്വൻസിൽ നോക്കിക്കേ, ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം എന്ത് വരും? 1 + 13 എന്ത് വരും? 14 എന്ന് വരും. ഇനി സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേമോ? സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം എന്ത് വരും? 5 + 9 അതും 14 തന്നെ വരും. കണ്ടോ? അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പൊസിഷനുകളുടെ സമ്മ് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും. അപ്പൊ എന്ത് വരും? 1 + 4 5. അതേമാതിരി സെക്കൻഡ് ടേമും തേർഡ് ടേമും 2 + 3 5. ഈ പൊസിഷനുകളുടെ സമ്മ് സെയിം ആണെങ്കിൽ അവിടെ കിട്ടുന്ന തുകകളും ആ രണ്ട് ടേംസ് കൂട്ടിയാൽ കിട്ടുന്ന തുകകളും സെയിം ആയിരിക്കും. അപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമുക്കൊരു 6 ടേമുള്ള കേസ് കൂടെ നോക്കാം കേട്ടോ. 6 ടേം കൂടെ ഉള്ള കേസ് കൂടെ നോക്കാം. നമുക്ക് സിമ്പിൾ ഒരു എക്സാമ്പിൾ എടുക്കാം. വലുതിലേക്ക് പോകുന്നില്ല. 3 4 5 6. അപ്പോൾ 6 ടേം അല്ല ഇതിലുള്ളത്. നമുക്ക് ഇതിലിപ്പോൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് സിക്സ്ത് ടേം എന്ത് വരും? 7 വരും. 6 + 1 എന്ത് വരും? 7 വരും. ക്ലിയർ ആണോ? ധാരാണേ. 6 + 1 7 വരും. അതേമാതിരി സെക്കൻഡ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റും സിക്സ്ത്തും. അടുത്തത് എന്തെടുക്കും? സെക്കൻഡും ഫിഫ്ത്തും. സെക്കൻഡ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം എന്ത് വരും? അത് എന്ത് വരും? 2 + 5 എന്ത് വരും? 7 തന്നെ വരും. അടുത്ത എന്ത് വരും? തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം അതെന്ത് വരും? 3 + 4 7 വരും. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ 3 കേസിലും സം ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? സം ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് 7 ആണ്. ആണോ? സം ഓഫ് പൊസിഷൻ 7 ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവയുടെ എന്ത് കിട്ടി? സമ്മ്, ആ കറസ്പോണ്ടിങ് സമ്മുകളും ഈക്വൽ ആയിരിക്കും. ഇവിടെ സം ഓഫ് പൊസിഷൻ 5 ആയിരുന്നു. കറസ്പോണ്ടിങ് കിട്ടിയ എന്തും ടേംസിന്റെ സമ്മും ഈക്വൽ ആയിരുന്നു. ഇവിടെ സം ഓഫ് പൊസിഷൻ എന്തായിരുന്നു? ഇവിടെയും 5 ആയിരുന്നു. കറസ്പോണ്ടിങ് കിട്ടിയ സമ്മും ഈക്വൽ ആയിരുന്നു. അപ്പോൾ ഇതിനെ ഇനി ഒരു റിസൾട്ട് ആക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഈ സെക്ഷനിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ഇതിനെ റിസൾട്ട് ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എന്ത് പറയുന്നുണ്ട്? in an arithmetic sequence, if the sum of position of two pairs of terms are equal, then the sum of pairs of the terms are also equal. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. സം ഓഫ് പൊസിഷൻസ് ഈക്വൽ ആണെങ്കിൽ ആ പൊസിഷനുകൾ അല്ലെങ്കിൽ ആ ടേംസിന്റെ സമ്മും അത് തന്നെ തുല്യമായിരിക്കും, അതുപോലെ തുല്യമായിരിക്കും. ഉണ്ടോ? സം ഓഫ് പൊസിഷൻസ് ഈക്വൽ ആണെങ്കിൽ ടേംസിന്റെ സംസും ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണ് കരുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ റിസൾട്ട് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ മൂവിങ് ഇൻ ടു, ഈ ഒരു കാര്യം മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു. ഒരു ക്വസ്റ്റ്യൻ തരാണ്. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? സം ഓഫ് ഫസ്റ്റ് 6 ടേം, ആദ്യത്തെ 6 ടേംസിന്റെ സമ്മും തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് തന്നിട്ടുണ്ട്. 105 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ തന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് ആ സീക്വൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ഐഡിയ വെച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യാം?
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ ടേം തന്നിട്ടുണ്ട് 5 എന്നുള്ളത്. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? കുറച്ച് എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിനെ x2 x3 6 ടേംസിനെ കുറിച്ചിട്ടാണല്ലോ. x4 x5 x6 ഇത് എത്രയാണ് തന്നിട്ടുണ്ട്? 105 ആണ് തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഇതിന്നൊരു കാര്യം കൂടി മനസ്സിലാക്കാം. നമുക്കിപ്പോൾ നമുക്കിപ്പോൾ ഈ സീക്വൻസിന്റെ ഇപ്പോൾ 4 ടേം ആണെങ്കിൽ ശരിക്കും നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ ഈ 2 4 6 8 ഇത് കൂട്ടുന്നതിന് പകരം 2 × 10 ചെയ്താൽ പോരെ? ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 × 14 ചെയ്താൽ പോരെ? അതായത് അതിന്റെ പകുതി കാണാം, എന്നിട്ട് ആ സമ്മ് ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സമ്മ്, മനസ്സിലായോ? ഇപ്പോൾ ലാസ്റ്റത്തെ ഫസ്റ്റത്തെ സമ്മ് എടുക്കുക, എന്നിട്ട് × 2 ചെയ്താൽ മതി. ഇവിടെ 6 ടേം ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? 3 × 7 ചെയ്താൽ മതി ടോട്ടൽ സമ്മ് കിട്ടാൻ. ആണോ? അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിൽ വേണേ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ശരിക്ക് ഈ 105 എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ 3 × എന്തോ ഒരു സംഖ്യ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടി കൂട്ടിക്കഴിഞ്ഞാലുള്ളതാവും. ആണോ? നമുക്ക് എന്തെഴുതാം? 3 × എന്തെഴുതാം? 5 + S6 ഇതാണല്ലോ എന്ത്? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? അപ്പോൾ 105 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? 5 + x6 എന്ന് പറയുന്ന ശരിക്കും എന്ത് വരും? 105/3 എന്ന് വരും. അപ്പോൾ 5 + x6 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 35 എന്ന് വരും. അപ്പൊ x6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വരും. അപ്പൊ നമുക്ക് ലാസ്റ്റ് ടേം s6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ്. ഇത് കിട്ടിയ നമുക്ക് എത്രയാണെന്ന്? 30 എന്നായി. ആണോ? ഇനി നമുക്ക് മുഴുവൻ ടേമും കണ്ടുപിടിച്ചൂടെ? ഇപ്പൊ ഫസ്റ്റ് ടേമും നമ്മുടെ കയ്യിലുണ്ട്, ഫസ്റ്റ് ടേം = 5 എന്നുണ്ട്, 6th ടേമും നമുക്ക് കിട്ടി. എത്രയാണെന്ന്? 13. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചൊരു ഫോർമുല ഉണ്ട്, അത് പഠിക്കാത്തവർ പ്ലേലിസ്റ്റിൽ തന്നെ വീഡിയോ ഉണ്ട്. നമുക്ക് എന്ത് പറയാം? ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 30 - 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? പൊസിഷൻ ഡിഫറൻസ് ആയിട്ടുള്ള 6 - 1 × d ആയിരിക്കും. ആണോ? നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസ് മുഴുവൻ പറഞ്ഞൂടെ? 30 - 5 25 = 5d എന്ന് വരും, അല്ലെങ്കിൽ d = 25/5 = 5 എന്ന് വരും. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസും കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം 5 ആണ്, കോമൺ ഡിഫറൻസും 5. അപ്പൊ എന്ത് വരും? 10 15 20 25 30 കണ്ടോ? അപ്പൊ ആ സീക്വൻസ് കംപ്ലീറ്റ് ആയില്ലേ? ഇതിന്റെ സം എന്ത് വരും? 105 എന്നും വരും. ഇനി ഡൗട്ട് ഉള്ളവർക്ക് 5ഉം 30ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 35 എന്ന് വരും. അതേമാതിരി 10ഉം 25ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 35 വരും. അതേമാതിരി 15ഉം 25ഉം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? 35 വരും. അപ്പൊ നമുക്ക് ഈ 105 എങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക? 35 × 3 അല്ലേ? ഈ ഒരു ഐഡിയ എപ്പോഴും മനസ്സിലുണ്ടാവും കേട്ടോ. അത് വെച്ചിട്ട് വേണം നമ്മൾ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യാൻ, ഈ സെക്ഷനിലെ പ്രോബ്ലംസിന്. അപ്പൊ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. സംസിനൊക്കെ ഡയറക്റ്റ് ഫോർമുല ഒക്കെ ഉണ്ട്, അതൊക്കെ വരുന്ന സെക്ഷനിൽ കാണും. അപ്പൊ എക്സാം ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഒരു പബ്ലിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് താനും. എനിവേ നമുക്കിത് വേറെ മെത്തേഡ്സ് വെച്ചിട്ടും ഇനി പറയുന്ന സം ഫോർമുല വെച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇത് നല്ലൊരു ഐഡിയ ആണ്, ഈ ടെക്സ്റ്റ് ബുക്ക് ഈ സെക്ഷനിലൂടെ നിങ്ങളിലേക്ക് ഇട്ടു തരുന്നത്. അപ്പൊ ഈ ഐഡിയ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, എനിവേ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ? എന്ത് പറഞ്ഞിട്ടുണ്ട്? റൈറ്റ് 3 arithmetic sequences with 13 as the sum of first 5 terms അല്ലെ? അപ്പോൾ ഫസ്റ്റ് 5 ടേംസിന്റെ സമ്മ് എന്തായിരിക്കണം? 13 ആയിരിക്കണം. അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് 5 ടേംസ് ഓഡ് നമ്പർ ഓഫ് ടേം ആണല്ലോ. അപ്പോൾ നമുക്കറിയാം 5 ടേം ഉണ്ട്, ഇതിന്റെ സമ്മ് എന്ത് വരണം? സം ആസ് 13. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ടേം ആണെങ്കിൽ നമുക്ക് സം കാണാൻ നമ്മൾ എന്താ ചെയ്യാറ്? മിഡിൽ ടേം × 5 × മിഡിൽ ടേം ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എന്ത് കിട്ടും? മിഡിൽ ടേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് എന്താവുള്ളൂ? സമ്മ് 30 ആവുള്ളൂ. 5 × മിഡിൽ ടേം എന്ന് വെച്ചാൽ എത്രാമത്തെ ടേം ആവും? 3ാമത്തെ ടേം ആണോ? ഇവിടെ തേർഡ് പൊസിഷൻ അല്ലേ? അപ്പോൾ 5 × തേർഡ് ടേം ഞാൻ ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ x1 x2 x3 x4 x5. അപ്പോൾ 5 × x3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടണം. അപ്പോൾ x3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും? 30/5 6. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6നെ മിഡിൽ ടേം ആക്കിയിട്ട് ഒരു 3 സീക്വൻസ് പറഞ്ഞാൽ പോരാ ഇതിന് പകരം. അപ്പൊ 6നെ മിഡിൽ ടേം ആക്കി എടുത്തിട്ട് ഒരു 3 സീക്വൻസ് പറയാ. 1 2 നമുക്ക് പല രീതിക്ക് പറയാം, പറഞ്ഞൂടെ? ഇപ്പൊ ഒരു സീക്വൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2 കോമൺ ഡിഫറൻസ് ആയിട്ടുള്ളത്. അപ്പൊ എന്ത് വരും? 8 10. ഇനി അപ്പൊ ഇപ്പുറത്തേക്ക് എന്ത് വരും? 4 2. ഇനി
ഒരു 1 കോമൺ ഡിഫറൻസ് ആയിട്ടാണെങ്കിൽ 7 8 5 4 ആണോ? ഇനി 3 കോമൺ ഡിഫറൻസ് ആയിട്ടാണെങ്കിൽ 9 12 എന്ത് വരും? 3 0. അപ്പോൾ നമുക്ക് എത്ര സീക്വൻസ് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇപ്പോൾ ഞാൻ എഴുതിയ 3 സീക്വൻസ്. ഇനിയും പറഞ്ഞൂടെ? ഐഡിയ കിട്ടിയോ? അപ്പോൾ നമ്മൾ ഈ പഠിപ്പിച്ച സെക്ഷനത്തെ ഫസ്റ്റ് കാര്യം വെച്ചിട്ട് ഓഡ് നമ്പർ ഓഫ് ടേം ആണെങ്കിൽ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം 5, 6 ഇൻറ്റു 5. ഇതിന്റെ സം എന്ത് വരും? 6 ഇൻറ്റു 5 30 അല്ലേ? ഇതിന്റെ തന്നെ വരും 6 ഇൻറ്റു 5 30 തന്നെ വരും. ഇതിന്റെ സം തന്നെ വരും 6 ഇൻറ്റു 5 30 തന്നെ വരും. ക്ലിയർ ആണ് കരുതുന്നു. മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first term of an arithmetic sequence is 1. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്താണെന്ന് തന്നിട്ടുണ്ട്? 1 ആണ് തന്നിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്. അപ്പോൾ x1 പ്ലസ് x2, ഇത് തന്നിട്ടുള്ളത് x1 ആണ്. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് തന്നിട്ടുണ്ട്. 100 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദി ഫസ്റ്റ് 4 ടേം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെ ഈക്വൽ ആയിരിക്കും? x1 പ്ലസ് x4 എന്ന് പറയുന്നത് ഈക്വൽ x1 പ്ലസ് x4 ചെയ്തു കഴിഞ്ഞാലും ഇവിടെ എന്ത് സംഖ്യയാണോ ഉള്ളത് അത് തന്നെ ആയിരിക്കും എന്ത്? x2 പ്ലസ് x3 ചെയ്തു കഴിഞ്ഞാലും കിട്ടുക ആണോ? അപ്പൊ ശരിക്ക് 2 ഇൻറ്റു നമുക്ക് എന്താ എഴുതാം? x1 പ്ലസ് x4 എന്ന് പറയുന്നതാണല്ലോ. ഇത് രണ്ടും സെയിം ആയിരിക്കും, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 100. x1 നമുക്കറിയാം എന്താണ്, അല്ലെങ്കിൽ x1 പ്ലസ് x4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 100/2 15 വരും. x1 പ്ലസ് x4 15 വരും. അല്ലെങ്കിൽ x1 നമുക്ക് തന്നിട്ടുണ്ട് 1, അപ്പോൾ x4 1 പ്ലസ് x4 ഈക്വൽ ടു 15 വരും. x4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 50 മൈനസ് 1 49 വരും. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം 1 ആണ്, പിന്നെ ലാസ്റ്റ് ടേം 49 ആണെന്നും കിട്ടി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഫസ്റ്റ് ടേം അറിയാം 1 ആണെന്ന് അറിയാം, ഫോർത്ത് ടേം എന്തറിയാം? 49 ആണെന്ന് അറിയാം. നമുക്ക് എന്തറിയാം? ടേം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡി ആണ്. അപ്പോൾ 48 ഈക്വൽ ടു 3d എന്ന് വരും, അല്ലെങ്കിൽ d ഈക്വൽ ടു 48/3 എന്ന് വരും. 16 കോമൺ ഡിഫറൻസ് എന്ത് വരും? 16 വരും കേട്ടോ. ക്ലിയർ ആണോ? അപ്പോൾ എന്ത് വരും? 16 ആഡ് ചെയ്ത് പോവാ. 17 പ്ലസ് 16 എന്ത് വരും? 33 49 ഇതായിരിക്കും കേട്ടോ എന്തെന്ന് പറയുന്നത് സീക്വൻസ്. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ ഇതും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത്, x1 പ്ലസ് x4 എത്രയാണോ അത് തന്നെ ആയിരിക്കും എന്ത്? x2 പ്ലസ് x3യും. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും എന്ത് കിട്ടും വേണം? 100 കിട്ടും വേണം. അപ്പോൾ നമുക്ക് ഇതൊന്നും ഇങ്ങനെ എഴുതി കൂടെ? 2 ഇൻറ്റു x1 പ്ലസ് x4 ഈക്വൽ ടു 100 എന്ന് എഴുതാം. അതിനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ x1 നമുക്ക് തന്നിട്ടുണ്ട്, x4ന് ഒരു വാല്യൂ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ബാക്കി കണ്ടുപിടിച്ചെടുത്തു. ഓക്കെ ആണെന്ന് കരുതുന്നു. സിമ്പിൾ അല്ലേ? ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രൂവ് ദാറ്റ് ഫോർ any 4 consecutive terms of an arithmetic sequence the sum of 2 terms on the two ends and the sum of 2 terms in the middle terms are same. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടതൊന്നുമില്ല. അപ്പോൾ നമ്മൾ 4 ടേം എടുക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് 2 എൻഡിൽ കിടക്കുന്ന ടേംസ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും 1+4 കൂട്ടിക്കഴിഞ്ഞാലും മിഡിലെ 2 ടേം, അതായത് ഈ 2 എണ്ണം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതേമാതിരി ഈ 2 എണ്ണം കൂട്ടിക്കഴിഞ്ഞാലും 2+3 കൂട്ടിക്കഴിഞ്ഞാലും 5, ഇതെല്ലാ സീക്വൻസിലും 4 ടേമുള്ള എല്ലാ സീക്വൻസിലും ട്രൂ ആണെന്ന് നമുക്ക് ജനറൽ ആയി പ്രൂവ് ചെയ്യണം. അപ്പോൾ എല്ലാ സീക്വൻസിലും പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്പെസിഫിക് നമ്പർ എടുത്തിട്ട് കാര്യമില്ല ആണോ? അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തെടുത്തു? ലെറ്റ് a1 a2 a3 a4 be the 4 consecutive 4 എന്നാണ്. For consecutive terms of an AP. അപ്പോൾ നമ്മൾ ആദ്യത്തെ 4 ടേം ആയിട്ട് നമ്മൾ എന്തെടുക്കുകയാണ്? a1 a2 a3 a4. അപ്പോൾ ശരിക്കും നമുക്കിതിൻ്റെ സം, അല്ലെങ്കിൽ a1 ആണെങ്കിൽ നമുക്ക് അടുത്ത ടേമിനെ ശരിക്കും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a2ന്റെ സ്ഥാനത്ത് നമുക്ക് a1 പ്ലസ് d എന്ന് എഴുതിക്കൂടെ? വേർ d ഈസ് ദ കോമൺ ഡിഫറൻസ്. അങ്ങനെ എടുത്തൂടെ? and d is the
കോമൺ ഡിഫറൻസ് ആയിട്ട് ഡീനെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സീക്വൻസ് ശരിക്ക് A1 A2 A3 A4 എന്നാണ്. അപ്പോൾ നമ്മൾ A2ന് പകരം നമുക്ക് എന്തെഴുതാം? A1 പ്ലസ് ഡി ആണ് അല്ലേ. A3ക്ക് പകരം നമുക്ക് എന്തെഴുതാം? A1 പ്ലസ് 2D ആയിരിക്കും. അടുത്ത എന്തായിരിക്കും? A1 പ്ലസ് 3D ആയിരിക്കും ആണോ. അപ്പോൾ നമ്മുടെ 4 ടേംസ് ഇങ്ങനെ വരും. ഓക്കെ ആണോ. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം എന്താണെന്ന് നോക്കുക. അത് തന്നെയാണോ സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം എന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ A1 പ്ലസ് 3D എന്ന് വരും. ഫസ്റ്റ് ടേം A1, ഫോർത്ത് ടേം A1 പ്ലസ് 3D. അപ്പം എന്ത് വരും? A1ഉം 2A1 പ്ലസ് 3D എന്ന് വരും. നമുക്ക് ഇത് തന്നെയാണോ എന്തെന്ന് നോക്കിയാൽ മതി. സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം ഇത് തന്നെയാണോ എന്ന് നോക്കിയാൽ മതി ആണോ. എന്ത് വരും? സെക്കൻഡ് ടേം ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? A1 പ്ലസ് ഡി എന്ന് തന്നിട്ടുണ്ട്. തേർഡ് ടേം എന്ത് തന്നിട്ടുണ്ട്? A1 പ്ലസ് 2D എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ. അപ്പോൾ A1ഉം എന്താവും? 2A1 ആവും. D1ഉം 2Dയും അല്ലെങ്കിൽ Dയും 2Dയും എന്താവും? 3D ആവും. കണ്ടോ, രണ്ടും നമുക്ക് എന്തായിട്ട് കിട്ടി? സെയിം ആയിട്ട് കിട്ടിയോ? അപ്പോൾ നമുക്ക് എന്താ എഴുതാം? Therefore for any 4 consecutive terms of an arithmetic sequence, the sum of 2 terms on the two ends and the sum of 2 terms in the middle are same എന്ന് എഴുതി അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി ലാസ്റ്റിൽ എന്താ എഴുതാന്നറിയോ? Therefore any 4 consecutive terms of ഇത്രയും ഭാഗം എഴുതുക. ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണ് കരുതുന്നു. മൂവിങ് ഇൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write 4 arithmetic sequence with 100 as the sum of first 4 term. അപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആദ്യത്തെ 4 ടേം ഇപ്പം നമ്മൾ x1 x2 x3 x4 എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 100 കിട്ടണം. ഇതിന്റെ സം എന്തായിരിക്കണം? 100. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു x1 പ്ലസ് x4ഉം അതേമാതിരി അതും x2 പ്ലസ് x3യും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ ശരിക്കും ഇതിനെ? 2 × x1 പ്ലസ് x4 ഈക്വൽ ടു 100 എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ ഇതോടൊപ്പം തന്നെ നമുക്ക് എന്താ എഴുതാം? 2 × x2 പ്ലസ് x3 ഈക്വൽ ഇൻറ്റു 100 എന്ന് എഴുതിക്കൂടെ? അത് രണ്ടും 100 ആയിരിക്കണം ആണോ? അല്ലെങ്കിൽ x1 പ്ലസ് x4 ബൈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ x1 പ്ലസ് x4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരണം? 100/2 ആയിട്ടുള്ള 50 വരണം. അല്ലെങ്കിൽ x2 പ്ലസ് x3 ഇതിന്ന് എന്ത് എഴുതാം? x2 പ്ലസ് x3 എന്ത് വരണം? 100/2 ആയിട്ടുള്ള 50 തന്നെ വരണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞതിന്റെ അർത്ഥം ഫസ്റ്റത്തെ 2 ടേംസ് കൂട്ടിക്കഴിഞ്ഞാലും 50 കിട്ടണം. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ടേംസ് കൂട്ടിക്കഴിഞ്ഞാലും 50 കിട്ടണം. അതേമാതിരി മിഡിലെ 2 ടേംസ് കൂട്ടിക്കഴിഞ്ഞാലും 50 കിട്ടണം ആണോ? അപ്പോൾ നമുക്ക് അങ്ങനത്തെ സീക്വൻസ് നോക്കിയാൽ പോരെ. അപ്പോൾ നമ്മൾ മിഡിലെ 2 ടേം കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടാവുന്ന പോസിബിലിറ്റീസ് നോക്കും. എന്നിട്ട് നമ്മൾ അത് വെച്ച് എഴുതും. അപ്പോൾ ഞാൻ മിഡിലെ 2 ടേം, അതായത് നമുക്ക് 4 ടേം ഉണ്ടാവുക. അപ്പോൾ മിഡിലെ ടേം ഞാൻ 20 30 എഴുതി. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 50 അല്ലേ? x2 പ്ലസ് x3 50 ആയി. പിന്നെ കോമൺ ഡിഫറൻസ് നോക്കിയാൽ പോരെ. അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലോ. അപ്പോൾ എന്ത് വരും? 20ന്ന് 10 കൂട്ടിയപ്പോഴാണ് 30 ആയിട്ടുണ്ടാവുക. അപ്പോൾ 10 ആവും കോമൺ ഡിഫറൻസ്. അപ്പോൾ അതിന്റെ മുന്നത്തെ ടേം എന്ത് വരും? 10 കുറച്ചാൽ മതി, 10 എന്ന് വരും. 30ന്ന് അടുത്ത ടേം എന്ത് വരും? 10 കൂട്ടിയാൽ മതി, 50. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. 10ഉം 40ഉം കൂട്ടി കഴിഞ്ഞാലും 50 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി? മിഡിലെ 2 സമ്മ് 50 ആയിട്ടുള്ള ടേം എടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇതേമാതിരി ഞാൻ അടുത്തെടുക്കുകയാണ്. ഇവിടെ 24 എടുത്തു. 24ഉം പിന്നെ 50ക്ക് എത്ര ഉണ്ട്? 26. ഇത് രണ്ടും കൂട്ടി 50 ആണല്ലോ. അപ്പോൾ ഇത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ത് വരും? +2 ആണ് ആണോ? അപ്പോൾ അതിന്റെ തൊട്ട് മുന്നത്തെ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുറച്ചാൽ മതി, 22. 26 കഴിഞ്ഞിട്ടുള്ള ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ 28. അപ്പോൾ നമുക്ക് അടുത്ത സീക്വൻസ് ആയി. നമ്മളോട് ഇങ്ങനത്തെ എത്ര എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? 4 എണ്ണം. 4 എണ്ണം അല്ല, നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം. അടുത്ത മിഡിൽ ടേം ഞാൻ അങ്ങനെ എടുത്തു. 23ഉം 27ഉം ഇത് രണ്ടും കൂട്ടിയാൽ 50 ആണല്ലോ. അപ്പോൾ തൊട്ട് മുന്നത്തെ ടേം ഇവിടെ കോമൺ ഡിഫറൻസ് 4 വരും. അപ്പം ആണോ? 4 തന്നെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കുറച്ചാൽ മതി? 4 ബാക്കിലോട്ട് കുറച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? 19 വരും. പിന്നെ ഇവിടെ ആര് വരും? സോറിയോട് മിസ്റ്റേക്ക് ഉണ്ട്. 23ഉം കറക്റ്റ് തന്നെ അല്ലേ? 27ഉം 4ഉം എന്ത് വരും? 31. അപ്പോൾ ഇതും കറക്റ്റ് അല്ല. 31ഉം 19ഉം 50. ഇതെന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. പിന്നെ നമുക്കിപ്പോൾ 4 എണ്ണം ആയിട്ടില്ല, 3 എണ്ണം ആയി. 1 2 3 ഒരെണ്ണം കൂടി എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ 22ഉം
28 കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ സം എന്താണ് 50. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ് 6. അപ്പോൾ 6 ബാക്കിലോട്ട് പോന്നാൽ മതി ആണോ? അപ്പോൾ എന്ത് വരും 16 വരും. ഇവിടെ 6 ഫ്രണ്ടിലോട്ട് ഇപ്പോൾ എന്ത് വരും 34 വരും. ക്ലിയർ ആണോ? 34ഉം 16ഉം 50 തന്നെ. അപ്പോൾ നമുക്ക് 4 സീക്വൻസ് കിട്ടി. നമുക്ക് ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിൽ എഴുതാം. 4 എണ്ണം എഴുതാൻ പറഞ്ഞു. 4 എണ്ണം അവിടെ എഴുതി കാണിച്ചു. ഐഡിയ കിട്ടിയോ? ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ബാക്കി നമുക്ക് ഇനിയൊരു 5, 6, 7 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം കേട്ടോ. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്.